ഈ 67 വർഷം നമ്മള് ഈ കേരളത്തെ ഭരിച്ച് മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കൊള്ളയടിച്ച് കട്ടുമുടിച്ച രാഷ്ട്രീയക്കാരല്ലേ ഇതിന് ഉത്തരവാദികള്? എന്തുകൊണ്ട് ഇന്ന് 3.5 ലക്ഷം കുടുംബങ്ങൾ സർക്കാരിന്റെ അടിയിൽ ജീവിക്കുന്നു? ആരാണ് ഇതിന് ഉത്തരവാദികള്? എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു കുടുംബത്തിന് ഒരു നേരം പോലും ഭക്ഷണം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല? ആരാണ് ഇതിന് ഉത്തരവാദികള്? ഇരിക്കുന്ന നിങ്ങളാണോ ഞാനാണോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഏതാനും കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ അന്ന് ഒപ്പിയെടുത്ത ചിത്രങ്ങള് പറഞ്ഞു തീരണമെങ്കിൽ ദിവസങ്ങൾ എടുക്കും. ഇവിടെയാണ് നമ്മൾ രാഷ്ട്രീയക്കാരെ മനസ്സിലാക്കേണ്ടത്. 67 വർഷം മാറി മാറി ഭരിച്ച് ഈ കേരളത്തിൽ നിന്ന് കൊള്ളയടിക്കാവുന്ന മുഴുവൻ കൊള്ളയടിച്ച് ഇവിടുത്തെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും അധ്വാനത്തിന്റെ ഫലം നിന്ന് നമ്മളുടെയൊക്കെ രക്തമൂറ്റി കുടിച്ച് ഈ നാട് കുട്ടിച്ചോറാക്കിയവരാണ്. അവരെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ അന്ന് കണ്ട ആ ചിത്രങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിന്നും മായാതെ കിടക്കുകയാണ്. അന്ന് കണ്ട ആ ചിത്രങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവുമായിട്ട് അമേരിക്കയിലോ കാനഡയിലോ ജീവിക്കേണ്ടതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, 3 നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ഞാനും എന്റെ സഹോദരനും ഇന്ന് ഈ കേരളത്തെ തന്നെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ കേരളത്തിലെ 3 കോടി ജനങ്ങളെ കണ്ണീരൊപ്പുന്ന, ദുരിതം അനുഭവിക്കുന്ന, പട്ടിണി കിടക്കുന്ന 3 കോടി ജനങ്ങളെ രക്ഷിക്കാനായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ദൈവം ഒരു ദൈവ നിയോഗമായിട്ട് എന്നെ ഇതിലേക്ക് ഇറക്കി എന്നുള്ളതാണ്. എല്ലാവരും ചോദിക്കുന്നു, പൂച്ചയ്ക്ക് എന്താണ് പൊന്നിരുക്കുന്നവിടുത്തെ കാര്യം? 2020 എന്താണ് പാർലമെന്റിൽ കാര്യം? ഈ ഒരു പാർലമെന്റിൽ ജയിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മുടെ പ്രവർത്തകര് ഇന്ന് 14 നിയോജക മണ്ഡലങ്ങളില് വീടുകൾ തോറും കയറി ഇറങ്ങുന്നുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന പലരും നമ്മുടെ പ്രവർത്തനവുമായിട്ട് പല വീടുകളിലും പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ 100 വീടുകൾ കയറുമ്പോ 95 വീട്ടുകാരും പറയുന്നു, ഈ കള്ളന്മാരെ കൊണ്ട് ഞങ്ങൾ മടുത്തു, ഒരു മാറ്റം വേണം. ഞങ്ങൾ ഇടതിനെ ജയിപ്പിച്ചു, വലതിനെ ജയിപ്പിച്ചു, നിവൃത്തികേട് കൊണ്ട് ഇടതിനും വലതിനും വോട്ട് ചെയ്ത് മടുത്തവരാണ് ഞങ്ങള്. ഒരു മാറ്റം ഞങ്ങൾക്ക് വേണം. 100-ൽ 95 വീട്ടുകാരും പറഞ്ഞത് അതാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ തവണ ചാലക്കുടിയിലും എറണാകുളത്തും ചരിത്രം മാറ്റി എഴുതും. 2020 ചരിത്രം മാറ്റി എഴുതും. ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റായിട്ട് 2022 പാർലമെന്റിൽ വിജയിക്കും. വിജയിക്കുക മാത്രമല്ല, വെറും പഞ്ചായത്തിന്റെ ഭരണത്തിൽ തുടങ്ങി നിയമസഭയിലേക്ക് മത്സരിച്ചു, ഇപ്പൊ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, ഇപ്പൊ കിട്ടിയ നോട്ടീസുകൾ നിങ്ങൾ വായിക്കണം. ഇതൊരു തുടക്കമാണ്. കേരളത്തെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ആദ്യപടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഈ പാർലമെന്റിൽ നമ്മൾ വിജയിച്ചാൽ എല്ലാ എംപിമാരും പറയുന്നു, ഞങ്ങൾക്ക് 5 കോടി ഒരു വർഷം കിട്ടുന്നു. 5 വർഷം കൊണ്ട് 25 കോടി കിട്ടും.
പലരും 25 കോടി കിട്ടിയതല്ലേ, 15 കോടി പോലും ചെലവാക്കാത്ത എത്രയോ എംപിമാരുണ്ട്. അപ്പൊ നിങ്ങളും ഞാനും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ഈ 25 കോടി, അതായത് 5 കോടി വീതം എല്ലാ വർഷവും കിട്ടുന്നു, അത് ചെലവാക്കുന്ന പണി മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി എഴുതി വെച്ചുകൊണ്ട് 5 വർഷം ഭരിച്ച ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഒപ്പമുണ്ട് എപ്പോഴും. നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നോ? എന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നോ? ഇല്ല. അവിടെയാണ് ഒരു അക്ഷരപ്പശക്ക് പറ്റിയത്. അത് പ്രിന്റിങ് അടിച്ചപ്പോ, ആ നോട്ടീസ് അടിച്ചപ്പോ തെറ്റിയതാണ്. ഒപ്പമുണ്ട് എപ്പോഴും ഭാര്യയുടെ കൂടെ. 5 വർഷം മുമ്പ് ഇതിലെ പോയതാ പുള്ളി, പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. എന്നിട്ട് ഒരു ഒളിപ്പമില്ലാതെ എഴുതി വെച്ചിരിക്കുകയാണ് ഒപ്പമുണ്ട് എപ്പോഴും. വേറൊരു മൂപ്പലാൻ എഴുതിയിട്ടുണ്ട്. ആ മൂപ്പലാൻ പറഞ്ഞ എന്താണ്? എല്ലാം ശരിയാക്കും. ഇരിക്കുന്നവരെല്ലാവരും ശരിയായി, ഈ നാടും ശരിയായി. ഇപ്പൊ ശിക്ഷിത എഴുതിയിരിക്കുകയാണ് കൂടെയുണ്ട് മാഷ്. ഇതെന്നെ പള്ളിക്കൂടാണോ? ഇനി അവർക്ക് ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെങ്കിൽ മാഷിനോട് പറയണം, വോട്ട് ചെയ്തേക്കാൻ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, കൂടെ വരരുത്. ഒരു ശല്യത്തിന് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുക 3 വർഷമായിട്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് ഇതൊരു യുദ്ധമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ മാതിരി ധർമ്മവും മതവും തമ്മിലുള്ള യുദ്ധം. ഇവിടെ ധർമ്മം ജയിച്ചേ പറ്റൂ. അപ്പോ ഈ പാർലമെന്റില് വിജയിക്കേണ്ടത് എന്റെ ആവശ്യമല്ല, 2020 ആവശ്യമല്ല, ഈ കേരളത്തിന്റെ ആവശ്യമാണ്. 3.5 കോടി ജനങ്ങളുടെ ആവശ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റാനായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോ നിങ്ങൾ ഇതിനു മുമ്പ് പഞ്ചായത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, നിയമസഭയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, പാർലമെന്റിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വെറുതെയായി പോയ വോട്ടുകളാണ്. എന്നാൽ ഇത്തവണ നിങ്ങൾ ചെയ്യുന്ന വോട്ട് എന്ന് പറയുന്നത് അതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇതിൽ നമ്മൾ വിജയിച്ചാൽ ഒരു MP ഉണ്ടാകുന്നു എന്നല്ല, കേരളത്തിന്റെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 ദേശീയ മുന്നണികളെ നിലംപരിശാക്കിക്കൊണ്ട്, 3 ദേശീയ മുന്നണി എന്ന് പറയുമ്പോ 26 രാഷ്ട്രീയ പാർട്ടികളാണ്. 26 രാഷ്ട്രീയ പാർട്ടികളെ ഒറ്റയ്ക്ക് നിന്ന് ഒരു പാർട്ടി നിലംപരിശാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡൽഹിയിൽ കൊടി പാറിക്കുന്ന തെരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംഭവിച്ചാൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരുന്നത്. എഴുതി വെച്ചോളൂ, ഉറപ്പാക്കിക്കോളൂ. കേരളത്തിലെ 943 പഞ്ചായത്തുകളിലെ 500 പഞ്ചായത്തുകളെങ്കിലും 2020 ഭരണത്തിന് കീഴിലേക്ക് വരും. മാത്രവുമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൃത്യം 5 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. 500 പഞ്ചായത്തുകളും നമ്മുടെ ഭരണത്തിന് കീഴിലായാൽ അതിന്റെ അർത്ഥം എന്താണ്? 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് 2020 ഭരണത്തിന് കീഴിലാവും കേരളം. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. വെറും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ല. 2026 നമ്മുടെ ലക്ഷ്യം. 2026
ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ 943 പഞ്ചായത്തുകളിലും നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ വരും. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് 50% വില കുറച്ച് ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ലോകത്തിലെ ആദ്യ പാർട്ടിയായിട്ട് 2020 വളരും. മാത്രവുമല്ല, രണ്ടാമത്തെ വാഗ്ദാനം എന്താണ്? എല്ലാവർക്കും മരുന്നുകൾ 80% വില കുറച്ച് 943 പഞ്ചായത്തുകളിലും മെഡിക്കൽ സ്റ്റോറുകൾ സ്ഥാപിക്കും. നിങ്ങൾ കണ്ടു കാണുമോ എന്ന് എനിക്കറിയില്ല. 2 ആഴ്ച മുമ്പ് ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മൂവാറ്റുപുഴക്കാരനാണ്. എല്ലാ മാസവും രാജഗിരിയിൽ പോയി മരുന്ന് മേടിക്കുന്നു. ഓരോ മാസവും 4,362 രൂപ ഹോസ്പിറ്റലിൽ മരുന്നിന് കൊടുക്കുന്നു. ഇത്തവണ 2020 നിന്ന് ഞാൻ വാങ്ങി. എനിക്ക് വെറും 420 രൂപയേ ആയുള്ളൂ എന്ന് ഒരു സഹോദരൻ കുറിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു കുടുംബം മാറ്റിവെക്കാൻ സാധിച്ചത് 3,900 രൂപയാണ്. ഈ ഇരിക്കുന്ന ആളുകളിൽ എത്രയോ കുടുംബങ്ങൾ 1,000 രൂപ മുതൽ 10,000 രൂപ മരുന്ന് വാങ്ങുന്നവരുണ്ട്. എത്രയോ ആളുകൾ മരുന്ന് വാങ്ങി കഴിക്കാൻ പറ്റാതെ, മരുന്ന് കിട്ടാതെ 5ഉം 10ഉം വർഷം മുമ്പ് ലോകം വിട്ടുപോയിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദികള്? അപ്പോ നമ്മുടെ രണ്ടാമത്തെ വാഗ്ദാനം അതാണ്. മൂന്നാമത്തെ വാഗ്ദാനം എന്താണ്? 60 വയസ്സിന് മേലുള്ളവർക്ക്, ഭിന്നശേഷിക്കാർക്ക് 5,000 രൂപ പെൻഷൻ നൽകും. അപ്പോ ചിലപ്പോ LDF പറയും, UDF പറയും ഞങ്ങളും നൽകുമെന്ന്. 1,600 രൂപ കൊടുക്കാൻ പറ്റാത്തവരാണ് 5,000 രൂപ കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. 1,600 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇരിക്കുന്നവർക്കറിയോ, പെട്രോളിന്റെ വില 2 രൂപ വർദ്ധിപ്പിച്ചു. സെസ് പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ പേരില് ഇപ്പൊ പെട്രോളിന് 2 രൂപ കൊടുക്കണം, പെൻഷനുമില്ല. 4ാമത്തെ വാഗ്ദാനമാണ് ഏറ്റവും വലിയ വാഗ്ദാനം. കാരണം നമുക്കറിയാം, ഇന്ധന വില കൂടി, വൈദ്യുതി ചാർജ് കൂടി, വീട്ടുകാരൻ കൂടി, വെള്ളക്കാരൻ കൂടി, അങ്ങനെ എല്ലാ നികുതികളും ഇരട്ടിയും 3 ഇരട്ടിയുമായി. 400 രൂപ വീട്ടുകാരൻ കൊടുത്തുകൊണ്ടിരുന്നവൻ 2,000 രൂപ കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പോ ഇന്നലെ കേൾക്കുന്നു, ഇനി വീട് വാടകയ്ക്ക് എടുത്താൽ വാടകക്കാരനും നികുതി കൊടുക്കണം, വാടകയ്ക്ക് കൊടുക്കുന്നവനും നികുതി കൊടുക്കണം. അപ്പൊ മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ പിഴിയാൻ പറ്റുമോ അതെല്ലാം പിണറായി സർക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ 4ാമത്തെ വാഗ്ദാനമാണ് ഇന്ധന വിലയും വൈദ്യുതി ചാർജും വീട്ടുകരവും വെള്ളക്കരവും നികുതി കുറച്ച് ജനങ്ങളുടെ നികുതി ഭാരം കുറയ്ക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി വാഗ്ദാനങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 2020 ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസുകാർക്കോ BJPക്കാർക്കോ ഇതുപോലെ ഒരു വാഗ്ദാനം കൊടുക്കാൻ പറ്റും, കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുമെന്ന്? അപ്പോ പ്രിയപ്പെട്ടവരെ, ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടി ഒരേ മനസ്സോടെ ഒരേ ശക്തിയായിട്ട് പ്രവർത്തിക്കണം. എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല, ഈ നാടിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മളുടെയൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇന്ന് നമുക്കറിയാം, ഒരു ദിവസം ഇവിടെ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. ഒരു ദിവസം 7 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ദിവസം 45 മയക്കുമരുന്ന് കേസുകൾ പിടിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ ധൈര്യപ്പെട്ട് സ്കൂളുകളിലേക്ക് അയക്കാൻ പറ്റുമോ?
സ്കൂളുകളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവൻ മദ്യത്തിന് അടിമയാവില്ല എന്ന് ഉറപ്പുണ്ടോ? കഞ്ചാവിന് അടിമയാവില്ല എന്ന് ഉറപ്പുണ്ടോ? മയക്കുമരുന്നിന് അടിമയാവില്ല എന്ന് ഉറപ്പുണ്ടോ? നിങ്ങൾ കേട്ടില്ലേ, ഒരു മാസം മുമ്പ് നിങ്ങളെപ്പോലെ എന്നെ പോലെ സ്വപ്നം കണ്ട് വളർത്തി വലുതാക്കിയ സ്വന്തം മകനെ കോളേജിലേക്ക് അയച്ച അമ്മ, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന മകന്റെ അച്ഛനും അമ്മയും. നമുക്കറിയാം, നമ്മളെ രക്ഷപ്പെട്ടില്ല, നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടില്ല. പക്ഷേ നമ്മുടെ കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കുടുംബവും പുരയിടവും എല്ലാം പണയം വെച്ച്, കയ്യിലുള്ളതെല്ലാം പണയം വെച്ചും ഭീമമായ തുകയ്ക്ക് പലിശക്കെടുത്ത് നമ്മൾ നമ്മുടെ കുട്ടികളെ കോളേജിലേക്കും സ്കൂളുകളിലേക്കും അയക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് DYFI, SFI ഇവരെന്താ ചെയ്യുന്നത്? നമ്മുടെ കുട്ടികളെ കഞ്ചാവ് കഴിക്കാൻ പഠിപ്പിക്കുന്നു, മയക്കുമരുന്ന് കഴിക്കാൻ പഠിപ്പിക്കുന്നു, മദ്യം കഴിക്കാൻ പഠിപ്പിക്കുന്നു, അടിയും ഇടിയും കുത്തും പഠിക്കുന്നു, കൊലപാതകം പഠിപ്പിക്കുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും സ്വപ്നം കണ്ട് വളർത്തി തന്റെ മകൻ രക്ഷപ്പെടട്ടെ, അതിൽ കൂടി തങ്ങളും രക്ഷപ്പെടല്ലോ എന്ന് വിചാരിച്ച് കോളേജിലേക്ക് അയച്ചതാ. അവിടെ ചെന്നപ്പോ മയക്കുമരുന്നിന് അടിമയായ വിദ്യാർത്ഥികളെ SFIക്കാര് അയാളെ നഗ്നനായിട്ട് 3 ദിവസം പട്ടിണിക്കിട്ട് അടിച്ചും ഇടിച്ചും ചവിട്ടിയും തൊഴിച്ചും കൊന്നു. എന്നിട്ടോ ആ കോളേജിന്റെ നടുക്കളത്തിൽ കെട്ടിത്തൂക്കി. ആ കെട്ടിത്തൂക്കിയ മൃതശരീരം വളർത്തി വലുതാക്കി സ്വപ്നം കണ്ട അച്ഛന്റെ അമ്മയുടെ മുമ്പിലേക്കിട്ട് കൊടുത്തിട്ട് പിണറായി സർക്കാരിന്റെ 10 ലക്ഷം രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെയും എന്റെയും മക്കളുടെ വില 10 ലക്ഷം രൂപയാണോ? അതിനുവേണ്ടിയാണോ നമ്മൾ കുട്ടികളെ വളർത്തിയത്? അതിനുവേണ്ടിയാണോ നമ്മൾ കുട്ടികളെ കോളേജിലേക്ക് അയച്ചത്? 10 ലക്ഷം രൂപയ്ക്ക് വില പേശി വിൽക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും അനാഥമായി. കാരണം എന്താ? രാഷ്ട്രീയക്കാര് രാഷ്ട്രീയം വളർത്തുന്നത് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമാ. സിദ്ധാർത്ഥനെ കൊന്നതിന്റെ പേരിൽ 20 കുട്ടികളെ ജയിലിലേക്കാക്കി. അപ്പോ വീണ്ടും ഒരു 20 കുടുംബങ്ങളുടെ 20 കുട്ടികളുടെ അച്ഛനും അമ്മയും അനാഥമായി. അപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് കൊണ്ട് 1 മാസം കൊണ്ട് 21 കുട്ടികളുടെ അച്ഛനമ്മമാരാണ് അനാഥരായത്. എന്നിട്ട് ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ശബ്ദിച്ചോ? 2020 മാത്രമേ പറഞ്ഞുള്ളൂ. ക്യാമ്പസിലും സ്കൂളുകളിലും രാഷ്ട്രീയം നിരോധിക്കും. സ്കൂളുകളും കോളേജുകളും രാഷ്ട്രീയം പഠിക്കാനുള്ളതല്ല, വിദ്യ പഠിക്കാനുള്ളതാണ്. എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിനുള്ള തന്റെ ഇടം വന്നില്ല? അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം മാറ്റം വരണം. ഇതേ രീതിയിൽ LDFും UDFും ഇനി ഒരു 20 വർഷം മാറി മാറി ഭരിച്ചാൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടാവില്ല. മലയാളി എന്ന് പറയുന്ന ഒരു വംശമുണ്ടാവില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം മാത്രം 3 ലക്ഷം കുട്ടികളാണ് കേരളം വിട്ടുപോയത് പഠിക്കാനായിട്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികള് നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ നശിച്ച നാടിൽ നിന്നാൽ രക്ഷപ്പെടില്ല, ജീവിക്കാൻ സാധിക്കില്ല എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സാഹചര്യം തുടർന്നു കഴിഞ്ഞാൽ ഈ വർഷം 4 ലക്ഷമാവും 5 ലക്ഷമാവും ഈ ഇരിക്കുന്ന നിങ്ങളുടെയും എന്റെയും കുട്ടികള് ഈ നാട്ടിലുണ്ടാവില്ല. നമ്മൾ എന്തിനു വേണ്ടി ജീവിച്ചോ, എന്തെല്ലാം സ്വപ്നം കണ്ടോ, അതെല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ട് നിങ്ങളും ഞാനും ഈ ലോകം വിട്ടു പോകുന്ന സമയത്ത് വായിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു തരാൻ നമ്മുടെ കുട്ടികളില്ലാതെ നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടതായിട്ട് വരും. അപ്പൊ പ്രിയപ്പെട്ടവരെ, മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ് 2020. അതുകൊണ്ട് നമുക്ക് കയറാനായിട്ടുള്ള അവസാന ബസ്സാണ്. ഇതിൽ നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ചില്ല എന്ന് വെച്ചുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാനില്ല.
എനിക്ക് എന്ന് വേണമെങ്കിലും ഈ നാട് വിട്ടു പോകാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന 3.5 കോടി ജനങ്ങൾക്ക് എന്ത് സാധിക്കും? അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊള്ളയടിച്ച് കട്ടുമുടിക്കുന്ന രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒരു മോചനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ നാടിന്റെ രക്ഷയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഓരോരുത്തരെയും കുടുംബമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മക്കൾ വളർന്നു വരുന്ന കുട്ടികളെങ്കിലും രക്ഷപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മാറ്റം വന്നേ പറ്റൂ. ഈ രാഷ്ട്രീയക്കാരെ ചാട്ടവാറ കൊണ്ടടിച്ച് അറബിക്കടലിൽ എറിയാൻ നമ്മൾ തയ്യാറെടുക്കണം. ഈ നാട് നമ്മുടെയാണ്, ഈ മണ്ണ് നമ്മുടെയാണ്. ഇതിനെ കട്ടുമുടിക്കാൻ ഒരു രാഷ്ട്രീയക്കാരെയും നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഈ മണ്ണ് നമുക്ക് പിടിച്ചെടുക്കണം. ഈ മണ്ണിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യണം. നമ്മുടെ ചാർലി പോൾ വിജയിക്കണം. ഈ വിജയം കേരളത്തിന്റെ വിജയമാണ്, 3.5 കോടി ജനങ്ങളുടെ വിജയമാണ്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ഒറ്റക്കെട്ടായിട്ട് ഇനി 3 ദിവസമുണ്ട്. വിശ്രമമില്ലാതെ പ്രവർത്തിച്ച് നമ്മുടെ കൊടി ഡൽഹിയിൽ ഉയരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എന്നെ കാണാനും എന്നെ ശ്രമിക്കാനും വന്ന എല്ലാ പെരുമ്പാവൂരുകാർക്കും എന്റെ ഹൃദയംഗമായ നന്ദി. നിങ്ങളുടെ മുമ്പിൽ എന്നും ഞാനുണ്ടാവും. ഈ നാടിന്റെ രക്ഷയ്ക്കായിട്ട്, ഈ കേരളത്തിന്റെ രക്ഷയ്ക്കായിട്ട്, 3.5 കോടി ജനങ്ങളുടെ രക്ഷയ്ക്കായിട്ട് അവസാന ശ്വാസം വരെ ഞാനുണ്ടാവും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നന്ദി നിർത്തുന്നു. നന്ദി, നമസ്കാരം.